അർജുൻ എവിടെയാണ് ചോദിക്കുന്നത്? അർജുൻ എവിടെയാന്നുള്ള ഭാരത് ബെൻസിന്റെ കമ്പനി പറയണം. ഈ ഭാരത് ബെൻസിന്റെ കമ്പനിന്റെ റീച്ച് കൂട്ടാനും അവരുടെ സെയില് കൂട്ടാനാണ് ഈ കമ്പനി മാപ്പ് പറയണം. കമ്പനി ഗ്യാരണ്ടി എന്ത് കമ്പനി ഗ്യാരണ്ടി? ഈ ശൂന്യാകാശത്ത് പോയിട്ട് ചന്ദ്രന് വെള്ളമുണ്ടോ നോക്കുന്ന രാജ്യം 15 മീറ്ററിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ലോകം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതാണ് ഇന്ത്യന്റെ വളർച്ച. ലോറി ഡ്രൈവർമാരുടെ എപ്പോഴും ഈ അവഗണന ശരിക്കും നമ്മൾ നേരിട്ട് കാണുന്നതാണ്. കിടന്നുറങ്ങാൻ സ്ഥലമില്ല, ഒന്ന് ബാത്റൂമിൽ പോകാൻ സ്ഥലമില്ല, അത്തരം രീതിയിലേക്ക് പാർക്കിംഗ് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ള പോലീസ് MVD ഒക്കെ വേട്ടയാടുന്ന രീതി. ഇത് എന്ന് അവസാനിക്കുമെന്നാണ് എന്റെ ചോദ്യം. കുറച്ച് ദിവസങ്ങളായി ശരി കാണാതായിട്ടില്ലേ? 9 ദിവസമായി. മനുഷ്യന് വിലയുണ്ടോന്ന് എന്റെ ചോദ്യം. അത്രയും ഇതിലേക്ക് ഒരു സാഹചര്യം ഇല്ലേ നമുക്ക് ഇന്ത്യയിൽ നിന്നാണ് ചോദിക്കുന്നത്. സപ്പോസ് ഇന്ത്യൻ സൈനികർ വന്ന വെറും കയ്യോടാ, അതാണ് ഏറ്റവും വിഷമം. ഇന്ത്യൻ സൈനികർ വന്നിട്ട് കരസേന വന്നിട്ട് വെറും കയ്യോടെ വന്നിട്ടാണ് അവിടെ നാണക്കടല്ലേ ശരിക്കും ഇന്ത്യ. രാജ്യത്തിന്റെ പട്ടാളം കൊണ്ട് ഇറങ്ങിയിട്ട് ഈ കാര്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാല് ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരു യുദ്ധം വന്നാൽ എങ്ങനെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ യുദ്ധം എങ്ങനെ ചെയ്യും? അത് ശരിക്കും അത്രക്ക് മോശമല്ലേ ഈ ഒരു വ്യവസ്ഥ? നിങ്ങളിൽ പെട്ട ഒരാളാണ് മിസ്സായിട്ട് ദിവസങ്ങളോളായിട്ടുള്ളത്. ആ ദിവസങ്ങളോളായിട്ട് പോലും ഇത് എവിടെയാണ് എന്താണെന്ന് കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വളരെ മോശമാണ്. ഇന്ത്യക്ക് തന്നെ നടക്കലാണ്. ഞാൻ എടുത്തു പറയുന്നത് ഇന്ത്യക്ക് തന്നെ. മറ്റു രാജ്യങ്ങൾ ശരിക്കും ഇത് ഈ ന്യൂസുകളെ കാണുന്നുണ്ടാവും. വളരെ നാണക്കേടാണ് ശരിക്കും ഇന്ത്യക്ക്. അപ്പൊ ഞങ്ങൾ ഈ റോഡ് ഉണ്ടാക്കിയ കാലത്ത് ആ വഴി പോകുമ്പോ ഈ മലകളൊക്കെ കണ്ടിട്ട് ചോദിക്കലുണ്ട്, അല്ല ഇത് ഇടിഞ്ഞു പോവോ? തമാശ രൂപത്തിലാണ് ചോദിച്ചെങ്കിൽ ഇന്നത് സംഭവിച്ചേ. സംസ്ഥാനത്ത് ഇങ്ങനൊരു ലോറി ലെവൽ അന്യ സംസ്ഥാനത്തേക്ക് പോകണമെങ്കിൽ എന്റെ സംസ്ഥാന സർക്കാരും സംയുക്ത സംഘടനകളും പറയണം. ഞങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. നമസ്കാരം. ഞങ്ങളുടെ കൂടപ്പിറപ്പ് എവിടെ എന്ന ചോദ്യം ഉയർത്തിയാണ് ലോറി ഡ്രൈവർമാരും അവരുടെ ഓണർമാരും ഇവിടെ കൂടിയിരിക്കുന്നത്. കോഴിക്കോട്, ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുന്നിലാണ്. അർജുനെ കാണാതായിട്ട് കുറച്ച് ദിവസങ്ങളായി. രക്ഷാപ്രവർത്തനം നല്ല രീതിയിലല്ല പോകുന്നത്. എത്രയും പെട്ടെന്ന് അർജുനെ തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ നാടും അർജുന്റെ കുടുംബവും അർജുന് വേണ്ടി കാത്തിരിക്കുക. അർജുനെ തെരച്ചില് ത്വരിതപ്പെടുത്തണം എന്നുള്ളതാണ് ഈ കാണുന്ന തൊഴിലാളികളുടെയും ലോറി ഉടമകളുടെയും എല്ലാം ആവശ്യം. അതിനെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ കളക്ടറേറ്റിന് മുമ്പിൽ ഈ പ്രതിഷേധ പരിപാടി നടത്തിയത്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ലോറി ഡ്രൈവർമാരുടെ എപ്പോഴും ഈ അവഗണന ശരിക്കും നമ്മൾ നേരിട്ട് കാണുന്നതാണ്. കിടന്നുറങ്ങാൻ സ്ഥലമില്ല, ഒന്ന് ബാത്റൂമിൽ പോകാൻ സ്ഥലമില്ല, അത്തരം രീതിയിലേക്ക് പാർക്കിംഗ് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ള പോലീസ് MVD ഒക്കെ വേട്ടയാടുന്ന രീതി. ഇത് എന്ന് അവസാനിക്കുമെന്നാണ് എന്റെ ചോദ്യം. തീർച്ചയായും ആ ഒരു ചോദ്യം ഞങ്ങളിലുള്ളതാണ്. ഈ നാടിനെ തീറ്റിപ്പോറ്റുന്നത് ഇവിടെ സർവീസ് നടത്തുന്ന ലോറി ഉടമകളും തൊഴിലാളികളും. അത് ഡിപ്പാർട്ട്മെന്റിന് അറിയുന്നില്ല. ഡിപ്പാർട്ട്മെന്റ് അത് മനസ്സിലാക്കുന്നില്ല. അതായത് നിങ്ങളൊക്കെ ഒന്ന് പണി മുടക്കി കഴിഞ്ഞാൽ അവരൊക്കെ പട്ടിണിയിലാവും എന്നുള്ള ഒരു ബോധം അവർക്കില്ല. ഒരു സാമൂഹിക ബോധം വെച്ചുകൊണ്ട് ഈ ഒരു സങ്കടാവസ്ഥയിൽ ഒരു പണിമുടക്ക് പ്രഖ്യാപിക്കുന്നത് ഒരു ശരിയായ രീതി ആവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംഘടനകളൊക്കെ ഒരു പണിമുടക്കിലേക്ക് പോകാതിരുന്നത്. ഇനി തീർച്ചയായും ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സംഘടനകളെല്ലാം കൂടിയാലോചിച്ചുകൊണ്ട് ഒരു പണിമുടക്കിലേക്ക് തന്നെ പോകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അർജുൻ എവിടെയാണ് ചോദിക്കുന്നത്? അർജുൻ എവിടെയാന്നുള്ള ഭാരത് ബെൻസിന്റെ കമ്പനി പറയണം. കാരണം എന്താന്ന് വെച്ചാല് ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് കമ്പനി വണ്ടി അവിടെ ഉണ്ടെന്ന് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കേട്ടു. ഇല്ല, ഈ വാഹനം ഞാൻ നിങ്ങൾക്കൊരു മൊബൈലിൽ ലൊക്കേഷൻ വിട്ടുതരാം. ഞാൻ അവിടുന്ന് മാറുകയാണ്. നിങ്ങൾ ആ ലൊക്കേഷനിൽ വന്നിട്ട് ഞാൻ തരയും. അവിടെ തെരഞ്ഞ് എന്നെ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്തം. ഈ വാഹനം അവിടെ നിന്നിരുന്നു, ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ആ വാഹനം അവിടുന്ന് ഞാൻ എടുത്തിട്ട് പോവാണ്. ഞാൻ ട്രെയിനിൽ കെട്ടി വലിച്ചിട്ട് പോവാണ് സ്റ്റാർട്ട് ചെയ്യാണ്ട്. അപ്പോഴും കമ്പനിന്റെ ലൊക്കേഷൻ അവിടെ തന്നെ കാണിക്കുള്ളൂ. ഇത്രയും ഈ പ്രശ്നത്തിന് എത്രയും വഷളാക്കിയിട്ട് തെരച്ചില് മണ്ണിന്റെ അടിയിൽ മാത്രം 7 ദിവസമാക്കിയിട്ട് കയറ്റി കൂട്ടാൻ കാരണം ഈ ഭാരത് ബെൻസിന്റെ ഷോറൂമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തെളിയിപ്പിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ തെളിയിപ്പിച്ചു തരാം. നിങ്ങളെ സുഹൃത്തിനോട് വാട്സപ്പിൽ നിങ്ങളെ ലൈവ് ലൊക്കേഷൻ ഇട്. എന്നിട്ട് അവനോട് അവിടുന്ന് മാറാൻ പറയും. നിങ്ങൾ ആ ലൊക്കേഷനിൽ പോയി ആ സിറ്റുവാലിറ്റിയിൽ നിങ്ങളുടെ ആ ലൊക്കേഷൻ കാണിക്കും. ആളെ കാണാൻ പറ്റുമോ? അപ്പൊ അവിടെ സംഭവിച്ചത് ഈ ഭാരത് ബെൻസിന്റെ കമ്പനിന്റെ റീച്ച് കൂട്ടാനും അവരുടെ സെയില് കൂട്ടാനാണ് ഈ കമ്പനി മാപ്പ് പറയണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്റെ സഹപ്രവർത്തകൻ കമ്പനി ഗ്യാരണ്ടി എന്ത് കമ്പനി ഗ്യാരണ്ടി? ഈ ശൂന്യാകാശത്ത് പോയിട്ട് ചന്ദ്രന് വെള്ളമുണ്ടോ നോക്കുന്ന രാജ്യം 15 മീറ്ററിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ലോകം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതാണ് ഇന്ത്യന്റെ വളർച്ച.
ഈ വളർച്ച കണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് രാജ്യം വിട്ടിട്ട് ഈ സ്റ്റേറ്റ് വിട്ടിട്ട് അന്യ സ്ഥലത്തേക്ക് പോകുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സംഘടനകൾ ഇപ്പൊ യോജിച്ചില്ല. ഇത് കട്ടൊക്കെ ഞങ്ങൾ നോക്കും, ഇത് പൊളിച്ചെടുക്കും. സംസ്ഥാനത്ത് ഇന്നൊരു ലോറി ഡ്രൈവർ അന്യ സംസ്ഥാനത്തേക്ക് പോകണമെങ്കിൽ എന്റെ സംസ്ഥാന സർക്കാരും സംയുക്ത സംഘടനകളും പറയണം. ഞങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഇവിടുന്ന് പുറപ്പെടില്ല. ഞങ്ങള് ഇതിന്റെ മേലെ നിങ്ങൾ പറയിപ്പിച്ച അവിടെ കുറച്ച് ദിവസങ്ങളായി ശരി കാണാതായിട്ടില്ലേ? 9 ദിവസമായി. 9 ദിവസമായില്ലേ? മനുഷ്യന് വിലയുണ്ടോന്ന് എന്റെ ചോദ്യം. അതില്ലെന്നുള്ള നമുക്കുള്ള സംശയം. എന്താ വെച്ചാൽ കർണാടക സർക്കാർ അങ്ങനെ ഇയാൾക്ക് എന്ത് വില, ഇയാൾ എന്ത് ഡ്രൈവർക്ക് എന്ത് വിലയാണ്? ഇയാൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് എന്താ അനുകൂലമല്ല? ഇയാൾക്ക് സൗകര്യങ്ങളുണ്ടോ, സ്വാധീനമുണ്ടോ എന്നൊക്കെ ആലോചിക്കണേ. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് രാവിലെ 9 മണിക്ക് 4 മണിക്ക് പോവാ. ഈ ഇത് ഇങ്ങനെ തന്നെ GPR വർക്ക് ചെയ്ത്, മൊബൈൽ ഫോൺ വർക്ക് ചെയ്ത്, ഇത്രയും വർക്ക് ചെയ്തിട്ട് ഇവർക്ക് അതിനകത്ത് പോകാനൊരു സാധ്യത ഉണ്ടായിട്ടില്ല. ഇതാണ് കർണാടക സർക്കാർ. കർണാടക സർക്കാർ മനുഷ്യന് പുല്ല് വില. കർണാടക സർക്കാർ മാത്രമല്ല, ശരിക്കും ഇവിടുന്ന് വിട്ട അതുപോലെ തന്നെയാണ് സംഭവം, സ്ഥിരമായിട്ടുള്ള സംഭവം. അത് കേരളത്തിലെ ഒരാൾ അതിലുണ്ട്, ഒരു മലയാളി അതിലുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ ശരിക്കും ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ കേരളത്തിൽ ഇപ്പൊ ഈ അർജുൻ മിസ്സായതുകൊണ്ടാണ് ശരി കേരളത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. വേറെ മറ്റു സംസ്ഥാനങ്ങളിൽ നിൽക്കുകയില്ല. കേരളത്തില് ഈ ഒറ്റക്കെട്ട് ഇപ്പൊ ഒന്നും തുടങ്ങിയല്ല, ഇതിന് മുന്നേ തന്നെ അല്ല, അതാണ് കേരളത്തിലായതുകൊണ്ടാണ്. തുടങ്ങിയത്. അർജുൻ എവിടെയാന്നാ ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്? അർജുൻ ഇപ്പൊ അവിടെ ഉണ്ടെന്നാ ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ മൺകൂരന്റെ അടിയിൽ അർജുൻ ഉണ്ട്. സൈനികർ പോയെങ്കിൽ അതിനകത്ത് അയാൾ അവിടെ ചായ കുടിച്ച് അവിടെ കിടന്നുറങ്ങിയ ആളാ. അതൊക്കെ നമ്മുടെ ഗൂഗിൾ കണ്ടിട്ടുണ്ടല്ലോ. സാഗർ റോഡ് വെച്ച വെള്ളവട്ടി അതിനുള്ള നീലെഴുത്ത് സാഗർ മനാഫ്, സാഗർ കോയക്കന്റെ മകനാണ്, ലോറിയാണ്. ഈ അർജുൻ ഒരാള് കണ്ണാടിക്കലുള്ളതാണ്. അവന് നമുക്ക് പരിചയമുള്ളതാണ്. ഇത്രയുള്ള വ്യക്തിത്വമുള്ളതാണ് ഈ ഡ്രൈവർമാർക്ക് പുല്ല് വില കൽപ്പിക്കുന്നത്. ഇത്തരം രീതിയിലേക്ക് രക്ഷാപ്രവർത്തനം പോവാം. അപ്പൊ ഞാൻ പറയുന്നത് ചെറിയൊരു കാര്യം ഞാൻ പറയുന്നത്, അതായത് ഒരു വലിയ മണ്ണ് മാന്തുന്ന ഒരു വലിയൊരു മെഷീനറി നമ്മുടെ ഇന്ത്യക്ക് തന്നെ നാണക്കേടാണ്. കാര്യം വലിയൊരു മണ്ണ് മാന്തുന്ന മെഷീനറി ഉണ്ട്. അപ്പോ ഉത്തർപ്രദേശ് ഉണ്ടെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്ന് ഇവിടെ ഇറക്കിയിട്ട് രക്ഷാപ്രവർത്തനം നടത്തേണ്ട സ്ഥിതിയായി. ശരിക്കും അത്രയും രീതിയിലേക്ക് ഒരു സാഹചര്യം ഇല്ലേ നമുക്ക് ഇന്ത്യയിൽ എന്നാണ് ചോദിക്കുന്നത്. സപ്പോസ് ഇന്ത്യൻ സൈനികർ വന്ന വെറും കയ്യോടാ, അതാണ് ഏറ്റവും വിഷമം. ഇന്ത്യൻ സൈനികർ വന്നിട്ട്, കരസേന വന്നിട്ട് വെറും കയ്യോടെ വന്നിട്ടാണ് അവിടെ നാണക്കേടല്ലേ ശരിക്കും. ബാംഗ്ലൂരുണ്ട്, അവിടെ ഉണ്ട്. ഞങ്ങൾ ലോറിക്കാരോട് പറയണേ, ലോറി അവിടെ ഉണ്ട്, ഇവിടെ ബാംഗ്ലൂരിൽ അവിടെ വരണം, വന്നിട്ട് നോക്കാന്ന് അവര് പറയാം. അത്രയ്ക്ക് മനുഷ്യത്തിന് വില കൽപ്പിക്കല്ലേ. കേന്ദ്ര ഗവൺമെന്റ് അത് എതിരാ, അവർ ചെയ്തത് തെറ്റാണ്. അതെ അതെ, അർജുന്റെ ഒന്നല്ല 2-3-4 ദിവസമായി ഞങ്ങൾ ഇവിടെ കൂടുന്നത്. പ്രതിഷേധങ്ങൾ അവിടെ ഇവിടെ എല്ലാ ഭാഗത്തും തൊഴിൽ മേഖല നടത്തിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. മനോരമ എല്ലാ പത്രങ്ങളിലും ഞങ്ങൾ റിപ്പോർട്ട് വരുന്നുണ്ട്. നമുക്ക് അർജുനനെ കിട്ടണം. അത് ആ ലോറിയല്ല അർജുന്റെ ആവശ്യം, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടത്. ഇത്രയേറെ നമ്മള് ശരിക്കും ഇത്രയേറെ ആളുകൾ കൂടി എന്താ വെച്ചാൽ അർജുന്റെ ജീവന് വേണ്ടിയിട്ടാണ് അല്ലെ ഇത്ര അനാസ്ഥമായിട്ട്, അതായത് ഒരു ജീവന് വിലയില്ലാത്ത രീതിയിലേക്ക് സർക്കാരുകൾ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ശരിക്കും വോട്ട് ചെയ്യുന്ന ആളോട് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവിത പ്രശ്നമാണ്. ഈ രാജ്യത്തിനെ തീറ്റിപ്പോറ്റുന്ന ഒരു വിഭാഗമാണ്. അത്ര നിസ്സാരമായി കാണേണ്ടതില്ല. കാരണം ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഒരു പുതിയ റൂള് പ്രകാരം ആ കേസ് ന്യായവ്യവസ്ഥ വന്നപ്പോ ആഹ്വാനം ചെയ്യാതെ രാജ്യം സ്തംഭിച്ചു. ഒരു ദിവസം മുഴുവൻ സ്തംഭിച്ചു. പ്രധാനമന്ത്രി വരെ ഇറങ്ങി വന്നു, പരിഹരിച്ചു. എനിക്ക് എടുത്തു പറയേണ്ട വേറെ വിഷയമുണ്ട്. രാത്രി കാലങ്ങൾ തെരച്ചു നിർത്തുന്നു, അതെന്താണ്? വളരെ മോശമാണ്. കാരണം ഇത്രയും രാത്രി ലൈറ്റുകളൊന്നുമില്ല. നമ്മളിപ്പോ ശരിക്കും ഹൈവേ എടുത്തു നോക്കി അറിയാൻ പറ്റും. രാത്രി കാലങ്ങളിൽ ഹൈവേയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. എന്തുകൊണ്ടാണ് ഈ രാത്രി അത്രയും രീതിയിലേക്ക് മനുഷ്യന് പുല്ലുവില, മറ്റ് നമ്മൾ എടുത്തു പറയാതിരിക്കാൻ വയ്യ, മറ്റുള്ള മൃഗങ്ങൾക്ക് വില, മനുഷ്യന് വിലയില്ലാന്നുള്ള കണ്ടീഷനിലേക്ക് രാജ്യം പോയോ എന്ന് എന്റെ ചോദ്യം. ഇത് ഒരു വെറുപ്പിന്റെ കാലഘട്ടമാണെന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നോർത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കർണാടക, കേരളം വിട്ടാൽ മിക്ക സ്ഥലത്തും അവസ്ഥ വളരെ ദയനീയമാണ്. ആളടിച്ചു കൊന്നാലും ആള് അപകടത്തിൽ വിട്ട് മരിച്ചാലും എല്ലാം അവിടെ തന്നെ മറവ് ചെയ്യുന്ന ഒരു സാഹചര്യം പഴയ കാലം മുതലേ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു കൾച്ചർ വിപുലമായ രീതിയിലേക്ക് മാറിയോ? എന്നാൽ പോലും രാജ്യത്തിന്റെ പട്ടാളം കൊണ്ട് ഇറങ്ങിയിട്ട് ഈ കാര്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാല്, ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരു യുദ്ധം വന്നാൽ എങ്ങനെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ യുദ്ധം എങ്ങനെ ചെയ്യും? അത്രയ്ക്ക് മോശമല്ലേ ഈ ഒരു വ്യവസ്ഥ? ഈ വ്യവസ്ഥ അടിമുടി മാറ്റണം. അതിന് ബന്ധപ്പെട്ട അധികാരികൾ, പ്രധാനമന്ത്രി, സ്റ്റേറ്റ്, ഇവിടെ വികസനങ്ങൾ വേണ്ട, അല്ല സംഭവമൊന്നും വേണ്ട. ഇവിടെ രക്ഷാപ്രവർത്തനം വേണ്ട, എന്താണ് പറയാ, വികസനങ്ങൾ വേണ്ട, ആശുപത്രികൾ വേണ്ട, നല്ല സാഹചര്യങ്ങൾ വേണ്ട, നല്ല സൗകര്യം വേണ്ട, മറ്റു പലതും മതി നമുക്ക്. യെസ്, അതാണ് ഒരു വിഭാഗം. മനുഷ്യന് വില വേണ്ട, അതാണ് പശുക്കൾക്ക് വില ഉണ്ടാക്കണം. ആ രീതിയിലേക്ക് പോവാണ് ചിന്തിക്കുന്നതാണ്. ജനങ്ങള് നിങ്ങളിൽ പെട്ട ഒരാളാണ്
മിസ്സായിട്ട് ദിവസങ്ങളോളായിട്ടുള്ളത്. ആ ദിവസങ്ങളോളായിട്ട് പോലും ഇത് എവിടെയാണ് എന്താണെന്ന് കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വളരെ മോശമാണ്. ഇന്ത്യക്ക് തന്നെ നാണക്കേടാണ്. ഞാൻ എടുത്തു പറയുന്നത് ഇന്ത്യക്ക് തന്നെ. മറ്റു രാജ്യങ്ങൾ ശരിക്കും ഈ ന്യൂസുകളെ കാണുന്നുണ്ടാവും. വളരെ നാണക്കേടാണ് ശരിക്കും ഇന്ത്യക്ക്. എത്രയോ ഫെസിലിറ്റീസ് ഉണ്ട്, എത്രയോ സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കാത്ത രീതിയിലേക്ക് ഇവിടെ കേന്ദ്രമന്ത്രിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ അർജുൻ അത് ആരാന്ന് ചോദിക്കുന്നത്. അമ്മാതിരി ലെവലിലേക്കുള്ള ജീവിതങ്ങളാണ് ഇവിടെ കുറെ ആളുകൾ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പറയാം എന്താണ് ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ എന്തായിരിക്കും അടുത്ത ഒരു സ്റ്റെപ്പ് ശരിക്കും? അത് ഇപ്പൊ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട നേതാവ് തന്നെ പറഞ്ഞു, ഇത് ഒരു പ്രത്യേക പരിസ്ഥിതിയിലാണ് നമ്മളൊരു പണിമുടക്കിലേക്ക് നമ്മൾ പോകുന്നത് നമ്മുടെ അവസാനത്തെ ഒരു മാർഗമായിരിക്കും. എന്നിരുന്നാൽ തന്നെ ഞങ്ങൾക്കത് ചെയ്യേണ്ടി വരും. ചെയ്യേണ്ടി വന്നാൽ ഞങ്ങളത് ചെയ്ത് ഈ രാജ്യത്ത് ജനങ്ങൾ അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, ഞാൻ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ രാജ്യത്തെ ചരക്ക് വാഹന മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെയും ഉടമകളുടെയും ഏറ്റവും ആവശ്യം വേണ്ട കാര്യങ്ങളാണ്. അതിനൊരു അനുഭവമായിട്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തത്. പക്ഷെ അതിന്റെ പ്രവർത്തികൾ മുഴുവനായിട്ടില്ല. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കേരള സർക്കാർ ഈ മേഖലയിലെ തൊഴിലാളികളുടെയും ഉടമകളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു അടിയന്തര ചർച്ച വയ്ക്കണം. അത് മാത്രമല്ല, ഇനിയൊരു അർജുൻ സംഭവം ഉണ്ടാകാതിരിക്കാനും, അങ്ങനെ ഉണ്ടായാൽ ഏതെങ്കിലും ഈ രാജ്യത്ത് ഈ ഇന്ത്യയുടെ പല ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങളിലെ തൊഴിലാളികൾക്ക് ഉടമകൾക്ക് ഒരു പ്രശ്നം വന്നാൽ അത് അടിയന്തരമായി അറിയിക്കാനും ആ പ്രശ്നങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ക്രൈസിസ് കമ്മിറ്റി കേരള ഗവൺമെന്റ് സ്വീകരിക്കണം. അതിനൊരു നമ്പർ കൊടുക്കണം. അത്തരം പ്രവർത്തനങ്ങളിലൂടെ ഇനിയും ഒരു ജീവൻ ഇതുപോലെ കാണാതായി സമരം ചെയ്യേണ്ട ഒരു ഗതിയിലേക്ക് വരരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അർജുന്റെ വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഈ വണ്ടി കർണാടകയിൽ ടാക്സ് അടയ്ക്കുന്ന വണ്ടിയാ, കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാ. അപ്പൊ നികുതി വാങ്ങിയാൽ മാത്രം പോരാ, അതിന്റേതായ രീതിയിലുള്ള സംരക്ഷണം കൊടുക്കണം. അടുത്തത് ഈ വണ്ടിക്ക് ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ട്. ഓൾ ഇന്ത്യ പെർമിറ്റില് 16,500 പ്ലസ് 2,000 രൂപ ഒരു 19-20 രൂപയോളം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ 20,000 രൂപ നമ്മൾ ചെലവാക്കുന്നത് അതാത് സംസ്ഥാനത്തിനും അതുപോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിന്റെ ഒരു വീതം പോകുന്നുണ്ട്. കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിന് പോകുന്നുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിനുണ്ടാവും. കർണാടക എന്നാ സംഭവിച്ച കർണാടകത്തിനുണ്ടാവും. അപ്പൊ ആന്ധ്ര സംഭവിച്ച ആന്ധ്രയ്ക്ക് കൂടി ആ പെർമിറ്റിന്റെ ഒരു വീതം കിട്ടുന്നുണ്ട്, അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടാവും. അതുകൂടാതെ ഈ റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണ്. അപ്പൊ ഞങ്ങളെ ഈ റോഡ് ഉണ്ടാക്കിയ കാലത്ത് ആ വഴി പോകുമ്പോ ഈ മലകളൊക്കെ കണ്ടിട്ട് ചോദിക്കലുണ്ട്, അല്ല ഇത് ഇടിഞ്ഞു വീഴുവോ? തമാശ രൂപത്തിലാണ് ചോദിച്ചെങ്കിൽ ഇന്നത് സംഭവിച്ച്. അപ്പൊ ഈ ശാസ്ത്രീയം ഈ വലിയ വലിയ എഞ്ചിനീയർമാരൊക്കെ ഉണ്ടാക്കിയ റോഡാണ് പറയുന്നത്. ഇത് മറ്റൊരു രാജ്യത്തുള്ള സ്കെച്ച് അതേപോലെ ഇന്ത്യ മഹാരാജ്യത്തിൽ വെച്ച് ഇന്നിപ്പോ ഇവിടെയുള്ള ഹൈവേ കണ്ടില്ലേ, എല്ലാ സ്ഥലത്തും വെള്ളങ്ങളാണ്. അല്ല, സർവീസ് റോഡാക്കി മാറ്റിയിട്ടുണ്ട് ആൾക്കാർ. അതായത് സർവീസ് ചെയ്യാൻ, അതായത് മുകളിൽ ഫുട്പാത്ത് പോലും ഇല്ലാത്ത അല്ലെങ്കിൽ വെള്ളം പോകാൻ പോലും സാഹചര്യം ഒരുക്കാത്ത രീതിയിലേക്കാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ പ്രശ്നമാകുന്നത്. ഇതുപോലത്തെ സംഭവങ്ങൾ ചെയ്യുന്നേരം ഈ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അങ്ങേയറ്റവും അതുപോലെ ഇന്ത്യന്റെ പുറത്ത് വരെ പോകുന്ന ലോറികളുണ്ട്. ബംഗ്ലാദേശ് പോകുന്നുണ്ട്, നേപ്പാൾ പോകുന്നുണ്ട്. ഇത്രയും പരിചയമുള്ള ഏതെങ്കിലും ഡ്രൈവർമാരോട് സംഘടനകളോടോ ഇതിനെപ്പറ്റി ആലോചിക്കില്ല. ഇവര് വരുന്ന എഞ്ചിനീയർ വിങ് ഉണ്ടാക്കുന്നത്, അതുപോലെ റോഡ് ഉണ്ടാക്കുന്നത്, മണ്ണ് കൂട്ടുന്നത്, മണ്ണിടിക്കുന്നത്. സാഹചര്യമായിട്ട് കേരളത്തിന് സാഹചര്യമായിട്ട് റോഡ് ഉണ്ടാക്കിയില്ല. കേരളത്തിലും കർണാടകത്തിലും മറ്റു സ്റ്റേറ്റിലൊക്കെ ഇങ്ങനെ തന്നെ ഒരു ഭാഗത്തൂടെ വെട്ടി നിരത്തി പോവുക, അതിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കുക. അത്ര ഇന്നിപ്പോ നടക്കുന്നത് എന്താ വെച്ചാല് അവിടെ ഇന്നും ടോള് പിരിച്ചോണ്ടിരിക്കുക. ഈ ടോള് വാങ്ങിയ വണ്ടിയാണ് ടോൾ റോഡിൽ നിന്നാണ് ഈ അപകടം നടന്നത്. അത് ശരിക്കും അവർ ഉത്തരവാദിത്തം ശരിക്കും ഏറ്റെടുക്കണം. ഉത്തരവാദിത്തമല്ല, ഈ നിലവിൽ പിരിച്ച ടോള് തിരിച്ചു കൊടുക്കണം. അതെ, ഇപ്പൊ ഞങ്ങളൊക്കെ ഓൺലൈനായിട്ട് ടോള് ഓട്ടോമാറ്റിക്കലി കട്ടാകുന്നുണ്ട്. അതും അതേ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഈ ദിവസങ്ങളിലുള്ള ടോളുകൾ തിരിച്ച് അതായത് തിരിച്ചു കൊടുക്കണം എന്നാണ് കൊടുക്കണം.